ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർഡിൽ BJP എന്ന് പറയുന്ന ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇത് രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഈ BJP ഞങ്ങളോട് കാണിച്ച മമത കൊണ്ട് ഞങ്ങളിന്ന് എനിക്ക് തന്നെ അറിയില്ല എത്ര പേരുണ്ടെന്ന്. ഈ വാർഡിൽ ഒന്നാം വാർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അത്രയ്ക്കും ആൾക്കാർ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് തികച്ചും ഞങ്ങൾ തന്നെ ജയിക്കുകയുള്ളൂ. ഞങ്ങൾ തന്നെ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് ചരിത്രത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇല്ല, ഒരിക്കലും സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നത്. ഞങ്ങൾ പല രീതിയിലുള്ള ഇപ്പോൾ ഏത് രീതിയിലാണ് വാർഡിനെ ഏത് രീതിയിലാണ് വന്ന ജനറൽ വാർഡാണോ അല്ല ഒരു സ്ത്രീ പ്രാധാന്യമുള്ള വാർഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടേതായ കാര്യങ്ങളിലൂടെ ഞങ്ങൾ പോയി ആൾക്കാരെ എങ്ങനെ ബോധ്യപ്പെടുത്തും. പക്ഷേ ഇതിനിടയിൽ കോൺഗ്രസ്സാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ മുനമ്പത്ത് ആര് ജയിക്കുമെന്നുള്ളത് വലിയ രീതിയിൽ തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. കാരണം വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ സമരവും അതോടൊപ്പം തന്നെ BJPയിലേക്ക് നിരവധി ആളുകൾ മുന്നോട്ട് വന്ന അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്ന ഒരു സാഹചര്യം കൂടി മുനമ്പത്തുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് മുനമ്പത്തുകാരുടെ ഒരു മനസ്സ് ഇത്തവണ എന്ന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ CPM ഭരിക്കുന്നൊരു പഞ്ചായത്താണ് പള്ളിപ്പുറം പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുനമ്പം. ഇവിടെ നിങ്ങളെല്ലാവരും നടത്തിയിട്ടുള്ള ഈ ഒരു സമരം, മുനമ്പം സമരം, ഇത് കേരളം മുഴുവല്ല ഇന്ത്യക്ക് പുറത്തും കൂടി ചർച്ച ചെയ്യപ്പെട്ട രീതിയിലേക്കുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വരാനിരിക്കുന്നൊരു ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ അത് വലിയ നിർണായകമാണ്. എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ പ്രതീക്ഷ? ഇവിടെ ആർക്കാണ് സാധ്യത? ഇവിടെ വേറൊരു വാക്കിൽ ഇവിടെ BJPക്ക് തന്നെ സാധ്യത. അതിൻ്റെ കാരണം എന്താണ്, എങ്ങനെ പറയാനുള്ള കാരണം ഇന്ന് മുനമ്പം സ്വസ്ഥമായിട്ട് കുറച്ച് നാളുകളായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ BJP കൊണ്ടുവന്ന പുതിയ വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. പക്ഷേ അതിന് കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും ആണ്. അപ്പോൾ പ്രതിപക്ഷമാണ് കൊണ്ടുപോയി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുപോയി ഒരു സ്റ്റേ മേടിച്ചിരിക്കുന്നത്. അതിന് കക്ഷി ചേർന്ന് ഭരണപക്ഷം പോകുന്നുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് പുതിയ ചട്ടങ്ങൾ വരും. അതോടെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അതിനെല്ലാം വഴിയൊരുക്കിയത് BJP ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർഡിൽ BJP എന്ന് പറയുന്ന ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇത് രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഈ BJP ഞങ്ങളോട് കാണിച്ച മമത കൊണ്ട് ഞങ്ങളിന്ന് എനിക്ക് തന്നെ അറിയില്ല എത്ര പേരുണ്ടെന്ന്. ഈ വാർഡിൽ ഒന്നാം വാർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അത്രയ്ക്കും ആൾക്കാർ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് തികച്ചും ഞങ്ങൾ തന്നെ ജയിക്കുകയുള്ളൂ. ഞങ്ങൾ തന്നെ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPക്ക് ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ ഇതിനിടയിൽ, ഇത്രയും കാലത്തിനിടയിൽ? BJPക്ക് ചരിത്രത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇല്ല, ഒരിക്കലും സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നത്. ഞങ്ങൾ പല രീതിയിലുള്ള ഇപ്പോൾ ഏത് രീതിയിലാണ് വാർഡിനെ ഏത് രീതിയിലാണ് വന്ന ജനറൽ വാർഡാണോ അല്ല ഒരു സ്ത്രീ പ്രാധാന്യമുള്ള വാർഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടേതായ കാര്യങ്ങളിലൂടെ ഞങ്ങൾ പോയി ആൾക്കാരെ എങ്ങനെ ബോധ്യപ്പെടുത്തും. പക്ഷേ ഇതിനിടയിൽ കോൺഗ്രസ്സാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ കുത്തിത്തിരിപ്പ് നടത്തിയതിൽ ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് വീഡിയോസ് ഇവരെങ്ങനെ ഈ മുനമ്പത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് ഇവർക്കിടയിൽ തന്നെ പ്രചരിച്ചൊരു വീഡിയോ ഉണ്ട്. ഇവർക്കിടയിൽ തന്നെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നൊരു വീഡിയോ. അപ്പം ഞങ്ങളതൊക്കെ സൂക്ഷിച്ചൊരു നിധി പോലെ വെച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി ഇലക്ഷൻ വരെയല്ലേ, ഇവിടെ നന്മപരമായിട്ട് നടക്കുന്ന കുറച്ച് പ്രവർത്തകരുടെയൊക്കെ യഥാർത്ഥ മുഖങ്ങൾ കാണിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ആ വക കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം BJP എന്താണോ, BJPയെ കൊണ്ട് എന്താണ് ഉപകാരപ്പെടുന്നത്, BJPക്ക് എന്തെല്ലാം, ഇതൊരു മത്സ്യബന്ധന മേഖലയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വളരെയേറെ പദ്ധതികളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് കുറേ പദ്ധതികൾ, ക്ലാസ്സുകൾ, ഞാൻ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ഇതുവരെ ഒരു കേന്ദ്ര പദ്ധതി ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വിവരാവകാശം വെച്ച് ഞങ്ങൾ നോക്കാൻ പോകുന്നത് ഈ പഞ്ചായത്തിൽ എത്ര കോടി രൂപയുടെ കേന്ദ്ര സഹായം വന്ന് എത്ര കോടി പഞ്ചായത്ത് ഉപയോഗിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു പഠനം ഞങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഞങ്ങളുടേതായ രീതികളിൽ അവർക്ക് എല്ലാവർക്കും എന്താണ് BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഗുണം, ആരാണ് BJP, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. പിന്നെ ആൾക്കാരെ നന്ദി സൂചകമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഓൾറെഡി ഇതിൽ മെമ്പർഷിപ്പ് നിങ്ങൾ തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 40ഓളം പേര്. നമ്മളിപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നതൊന്നും ഞങ്ങൾ ആരെയും കാണിച്ചിട്ടോ ഞങ്ങളിതുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ വരാൻ പറ്റില്ല, പക്ഷേ മനസ്സിൽ നമുക്കിതാണ്, കാരണം നമ്മൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പോൾ ഞങ്ങൾ 100% വിശ്വസിക്കുന്നു ഇവിടെ BJPക്ക് നല്ലൊരു സാധ്യതയുണ്ട്.
ആദ്യമായിട്ട് ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തും. ഞങ്ങൾ ശക്തമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കും. ബാക്കി ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു മുനമ്പം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു സ്ഥലമാണ്. ഏത് സ്ഥലത്ത് BJP ജയിച്ചാലും ഇത്തവണ മുനമ്പത്ത് BJP വിജയിക്കുകയോ എന്നുള്ളൊരു ആ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അത് ഒരു വലിയ മാറ്റമായിരിക്കാനുള്ളൊരു ജയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റത്തിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇവിടെ 75% മുകളിൽ ക്രൈസ്തവ വിശ്വാസികളൊരു പ്രദേശമാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ തിരിച്ചടിക്കുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ടറിയാം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതും എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്നത്. കാരണം തിരിച്ചടികളൊന്നും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നവരുടെ കൂടെ നിൽക്കും. അതാണ് നമ്മളുടെ വിശ്വാസം. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് അവർ ചിന്തിച്ചില്ലെന്നിരിക്കും. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും നന്ദിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാരണം. ഇന്ന് ഇപ്പം പുതിയ നിയമം പുതിയ നിയമവിധി വന്നിട്ടും അതിനാരാണ് തടസ്സം നിൽക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ അവരിപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമസ്ത വീണ്ടും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. പറയുന്നത് BJP ഒരു വർഗീയ പാർട്ടി. പക്ഷേ BJP വർഗീയ പാർട്ടിയല്ലോ ഒന്നുമല്ല. അത് BJPയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ BJP എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കിയ ഏതാനും വ്യക്തികളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല ആൾക്കാർക്കും ടെലിവിഷൻ്റെ മുമ്പിൽ വരാൻ ഒരു നാണം കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച 40ഓളം പേര് വീണ്ടും ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് അത് അവരുടേതായ ഒരു സീക്രസിക്ക് വേണ്ടി ഞങ്ങളത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വീണ്ടും ഒരു പുതിയൊരു ചുമതലയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ ഈ BJPയുടെ, എന്താണത്? ഞാനിപ്പോൾ BJPയുടെ കേരളത്തിലുള്ള BJP ലത്തീൻ സമുദായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 പേരുണ്ട്. ലത്തീൻ സമുദായത്തിലെ ആൾക്കാരെ എങ്ങനെ BJPയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള. അപ്പോൾ 3 റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 2 പേരും ബാക്കി ഞാനും ഉൾക്കും. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇവർ സംസ്ഥാന BJP അത് കാണുകയും ഞാൻ എൻ്റേതായ രീതി എന്നെക്കൊണ്ട് എന്തെല്ലാം സാധിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പോൾ അതിനെല്ലാത്തിനും കുറേ ചുമതലകൾ തന്നിട്ടുണ്ട്. അതിലുപരി ഇപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലൊരു രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും നേതൃത്വം നൽകുന്ന ഒരു 9 അംഗ കോസ്റ്റൽ ഔട്ട്റീച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതിലും ഞാൻ മെമ്പറാണ്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ചുമതല ഞാനും ഇവിടുത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തും ഇവിടുത്തെ ഒരു BJP മെമ്പറും കൂടിയായ മുൻ സംസ്ഥാന അംഗം കൂടി ES പുരുഷോത്തമനും ആ 9 അംഗ സമിതിയിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെല്ലാനം തുടങ്ങി ഈ തീരദേശ മേഖല ഇവിടം വരെയും, അതായത് വള്ളിപ്പുറം പഞ്ചായത്ത്, കുഴിപ്പള്ളി പഞ്ചായത്ത്, എടവനക്കാട് പഞ്ചായത്ത്, എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത്, പിന്നീട് ഫോർട്ട് വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, പിന്നെ സൗദി, മാനാശ്ശേരി, ചെല്ലാനം, കണ്ണമാലി, ആ ഒരു സ്ട്രെച്ചിലുള്ള മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ആൾക്കാരിത് ശ്രവിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ആർക്കെങ്കിലും മത്സ്യബന്ധന മേഖലയോടനുബന്ധിച്ച് നല്ല നല്ല പ്രോജക്റ്റുകൾ അവർക്ക് കയ്യിലുണ്ടെങ്കിൽ, അല്ല അവർ അതിനെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തികളുണ്ടാകും ഈ മത്സ്യബന്ധന മേഖലയെക്കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോജക്റ്റുകളുണ്ടെങ്കിൽ അത് സംസ്ഥാന അധ്യക്ഷൻ അത് ഞങ്ങളോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഞാനും പുരുഷോത്തമനുമാണ് ഇൻചാർജ്. അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കയ്യിൽ തരികയാണെങ്കിൽ ഞങ്ങളത് സംസ്ഥാന അധ്യക്ഷനെ ഏൽപ്പിക്കുകയും ആ പ്രോജക്റ്റ് തരുന്നത് ആരായിരുന്നാലും, അപ്പോൾ ഏതൊരു വ്യക്തിയായാലും അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കുള്ളൂ ആ പ്രോജക്റ്റ്. അതിൽ നിന്ന് ഞങ്ങൾ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് നല്ലൊരു 3 പ്രോജക്റ്റ് എടുത്തിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും. ആ പ്രോജക്റ്റ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുമ്പോൾ ആര് തരുന്നുവോ അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കുള്ളൂ ആ പ്രോജക്റ്റ് പോകുന്നതും. ഇത് വളരെ നല്ലൊരു വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ജനങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, തീരദേശത്ത് ജനങ്ങളിത് കാണുന്നെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം എടുക്കണം. കാരണം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്കൊക്കെ മത്സ്യബന്ധന മേഖലയെ എങ്ങനെ സഹായിക്കാം, പ്രോജക്റ്റുകൾ നാടിൻ്റെ നന്മയ്ക്കായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് നല്ല കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. അപ്പോൾ താങ്കളുടെ ചാനലിലൂടെ ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അതൊരു PDF ഫോമാറ്റായിട്ടോ അതൊരു ഫയലായിട്ടോ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ അവർ തിരഞ്ഞെടുക്കും 3 പ്രോജക്റ്റുകൾ. അത് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനെ ഏൽപ്പിക്കുകയും അദ്ദേഹം നേരിട്ട് ഞങ്ങൾക്ക്
ഈ മാസം അവസാനത്തിനുള്ളിൽ അത് പ്രോജക്ട്സ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഒക്ടോബർ ആദ്യത്തെ ആഴ്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പ്രോജക്റ്റ് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കാണുക, പ്രോജക്റ്റുകളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങൾ അധ്യക്ഷനെ ഏൽപ്പിച്ച് അദ്ദേഹം കേന്ദ്രത്തിൽ അത് എത്തിക്കുന്നതായിരിക്കും.